എൻ്റെ ഒരു സുഹൃത്തിന് ഈ വണ്ടിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. ഇതില് കളറ് ഈ മറ്റ് കളറുകളെക്കാളും കളറിന്റെ കാര്യം നമ്മൾ സംസാരിച്ചിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഏറ്റവും പുതിയ എക്സ്റ്റർ ആണ്, ഹുണ്ടായിൻ്റെ എക്സ്റ്റർ. ഈ എക്സ്റ്റർ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂസർ ഉണ്ട്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെട്ടിട്ട് യൂസർ റിവ്യൂ നമുക്ക് ചോദിക്കാം. ഒരു വ്യക്തി ഒരു വാഹനം കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും ആ വാഹനത്തിൻ്റെ പോരായ്മകളും നല്ല വശങ്ങളും. അപ്പം അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം പരിചയപ്പെട്ടിട്ട്. എൻ്റെ പേര് അജയൻ വേളൂർ എന്നാണ്. ഞാനൊരു സഹകരണ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ്. നിലവിൽ ഞാനൊരു സ്ഥലം വേളൂർ കരിന്തളം പഞ്ചായത്തിൽ വേളൂർ എന്ന സ്ഥലത്താണ്. നീലേശ്വരത്തിന് അടുത്തായിട്ട് അല്ല, കാസർഗോഡ് ജില്ല. അപ്പോൾ അജയേട്ട ഇപ്പോൾ ഇത് എത്രയായി ഉപയോഗിക്കുന്ന വണ്ടി? ഞാനിത് 2025 ഡിസംബർ 24 ഈ വണ്ടി ഞാൻ എടുത്തത്. അതായത് ഒരു ഏകദേശം ഇപ്പം 4 മാസം മുമ്പ് ഏത് വണ്ടി ഉപയോഗിച്ചുകൊണ്ടുണ്ടായി? ശരിക്കും ഞാൻ ആൾട്ടോ 800 ഉപയോഗിച്ചത്. അതിൽ നിന്ന് ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താ കാരണം? ഇപ്പോൾ ആൾട്ടോ ഉപയോഗിക്കുമ്പം ആൾട്ടോ ഒരു ചെറിയ ഫാമിലിക്ക് പറ്റുന്നൊരു വണ്ടിയാണ് ആൾട്ടോ. പക്ഷേ പിന്നെ എനിക്ക് 3 കുട്ടികളും വൈഫും കൂടെ 5 പേരായി. അപ്പോൾ കുറച്ചും കൂടെ ഒരു വലിപ്പമുള്ള വണ്ടി വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സെർച്ചും കാര്യങ്ങളെല്ലാം ചെയ്ത സമയത്ത് കുറച്ച് കംഫർട്ടായിട്ട് തോന്നിയത് എക്സ്റ്ററാണ്. പിന്നെ ഹുണ്ടായിൽ തന്നെ കുറച്ച് പിന്നെ വെന്യൂ ഉണ്ട്, ക്രെട്ട, അങ്ങനെ വലിയതും നോക്കിയിട്ടില്ല, ഒരു മീഡിയം ലെവൽ നോക്കി. പിന്നെ നമ്മളെ സാമ്പത്തിക സ്ഥിതി അതിനനുസരിച്ചിരുന്നാലും നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഏത് വേരിയന്റ് ഹുണ്ടായിൽ തന്നെ? ഇത് ഒരു മിഡിലാണ്. അപ്പോൾ മിഡിൽ വേരിയന്റിൽ S+ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയന്റ് ആണ്. ഫീച്ചേഴ്സ് എല്ലാം അത്യാവശ്യം വരുന്നു. ഒരു മുഴുവനായി വരുന്നില്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ ഇപ്പം കാര്യമായി ഞാൻ ശ്രദ്ധിച്ചതൊന്ന് സൺറൂഫ് അതിൽ വരുന്നുണ്ട്. കുട്ടികളുണ്ടായതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ ഈ പിന്നെ ഫീച്ചേഴ്സിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന സൺറൂഫാണ് ഒരു ഫാമിലി ഉണ്ടെങ്കിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് സൺറൂഫ് ആരും ഉപയോഗിക്കൂല. നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു സൺറൂഫിന് ഉള്ള ഒരു വാഹനത്തിന് നമ്മൾ ചിലപ്പോൾ ഒരു 1 ലക്ഷം അധികം കൊടുക്കേണ്ടി വരും. പക്ഷെ കുട്ടികൾക്ക് അതൊരു താല്പര്യമാണ്. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്ര നാളായിട്ട് വണ്ടി എടുത്തിട്ട് 1-2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടാവും. കൂടുതലായിട്ട് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ എനിക്ക് 3 കുട്ടികളിൽ മൂത്തവനും ആണ്, രണ്ടാമത്തവനുമാണ്. അപ്പം രണ്ടാമത്തൻ ഈ റൂഫ് ഉപയോഗിക്കുന്ന ഒരുത്തനാണ്. അവൻ എവിടെ പോയാലും ഇതൊന്ന് തുറന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് എന്തായാലും തലയിട്ട് നോക്കി പോകുന്ന ടൈപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പലരും ഇങ്ങനെ കുട്ടികളൊന്നും ഇല്ലാത്തവരെന്നെ ചൂസ് ചെയ്യലുണ്ട്. അവർ ചിലപ്പോൾ ഉപയോഗിക്കല് 4-5 വർഷമായിട്ട് വണ്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും സൺറൂഫ് ഒരിക്കൽ വരെ ഉപയോഗിച്ചിട്ടുണ്ടാവും. സൺറൂഫ് ഉപയോഗിക്കുന്നത് നിയമപരമായി തെറ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉപയോഗിക്കുന്നതിൽ എന്നാലും നമ്മൾ വലിയ തിരക്കുള്ള റോഡുകളിൽ ഇത് ഉപയോഗിക്കാതിരിക്കുന്നത് കുറച്ച് ഡേഞ്ചർ ഉണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇപ്പം ഒരു റോഡിലെല്ലാം മുകളിൽ ചിലപ്പം തല മുട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ അത് ശ്രദ്ധിച്ച് സ്ലോയില് പോകുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മളെ കാര്യമായി നമ്മളിപ്പോ ഈ ടൂറെല്ലാം പോകുന്ന സമയത്ത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ വയനാട് നോക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. മറ്റേ കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യതയില്ല. അപ്പൊ പിന്നെ ബേസിക് ആയി വരുന്ന ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ടോന്ന് അല്ലേ ഇതില്? ഇതില് പിന്നെ അധികമായിട്ട് നമുക്ക് മറ്റു വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമായി തോന്നുന്നത് ഒന്നാമത് നല്ല കംഫർട്ടിങ് ആണ്. നമുക്ക് ഓടിക്കാൻ നല്ല ഒരു ആത്മവിശ്വാസം തരുന്നൊരു വണ്ടിയാണ്. ഓട്ടോമാറ്റിക് അല്ലല്ലോ? ഓട്ടോമാറ്റിക് അല്ല. ഞാൻ ഓട്ടോമാറ്റിക് വേണ്ട എന്ന് പറയുന്നത്. എനിക്ക് മാനുവൽ ഗിയർ ഇട്ട് പരിചയമില്ല. ചില ആൾക്കാർക്ക് ഓട്ടോമാറ്റിക് പറ്റൂല. അപ്പോൾ ആൾട്ടോന്ന് ഈ എക്സ്റ്ററിലേക്ക് വരുമ്പോൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എല്ലാം ചെയ്ത് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മളിപ്പോൾ കുറേ വർഷമായിട്ട് നിങ്ങൾ ആൾട്ടോ ഉപയോഗിച്ചിട്ടുണ്ടാവും. മാരുതി സുസുക്കിൻ്റെ തന്നെ ആൾട്ടോ ഉണ്ട്, ചെറിയ വണ്ടിയിൽ എക്സ്പ്രസോ ഉണ്ട്, പിന്നെ സ്വിഫ്റ്റ് ഉണ്ട്. ഇതൊന്നും നോക്കാണ്ട് നിങ്ങൾ അത് ഇതിലേക്ക് എന്താ പിന്നെ ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് എല്ലാം എടുത്തിട്ടുണ്ട്? അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ഞാൻ എടുത്തില്ല. പിന്നെ എൻ്റെ ഒരു സുഹൃത്തിന് ഈ വണ്ടിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അദ്ദേഹം എഞ്ചിനീയറാണ്. അപ്പം നല്ല രീതിയിൽ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം അദ്ദേഹം വിശദമായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതെടുത്തു. നമുക്കൊരു ഡ്രൈവ് പോയാൽ എന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. തീർച്ചയായിട്ടും നമുക്ക് പോവാം. പ്രൈസ് എത്ര കൊടുത്തു? നമ്മൾ വേരിയന്റ് പറഞ്ഞു. അപ്പം ഇതിന് പ്രൈസ് കൊടുത്തത് 8,46,000 രൂപയാണ് നമ്മൾ പേയ്മെന്റ് ചെയ്തത്. ശരിക്കും ഇത് 8,83 അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ GST യുടെ ഒരു അളവ് നമുക്ക് അവർ തന്നു. GST പറഞ്ഞ സമയമായിരുന്നു. അതുകൊണ്ട് ആ അളവ് തന്നു. പിന്നെ ഒരു 5,000 രൂപ കൂടി നമുക്ക് അതിൻ്റെ ടാക്സിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ലാൻഡ് ടാക്സിൻ്റെ ഒരു കൊടുത്തതിൻ്റെ ഭാഗമായിട്ട്
ഇത് ശരിക്കും ഉണ്ടായി ആപ്കോ ഉണ്ടായിരുന്ന ഏത് ഉണ്ടായി കാഞ്ഞങ്ങാടുന്നാണ് നമ്മൾ എടുത്തതല്ല. അങ്ങനെ അവരെ സർവീസ് ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അഭിപ്രായമുള്ളത് മാരുതി സുസുക്കി എവിടെയും സർവീസ് സെന്റർ ഉണ്ട്, പണ്ടേ ഉള്ള ഒരു ബ്രാൻഡാണ്, ആൾക്കാരോട് നല്ലൊരു ഇതാണ്. അതുപോലെ ഹുണ്ടായിലെത്തുമ്പോൾ നിങ്ങൾക്ക് മാറി ബ്രാൻഡ് വരുമ്പോൾ എങ്ങനെയുണ്ട് അവരുടെ സർവീസും കാര്യങ്ങളെല്ലാം? ഞാൻ സർവീസിനെ കുറിച്ച് പിന്നെ നമുക്ക് ആദ്യത്തെ 2 സർവീസ് നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തത്. അല്ല മൊത്തത്തിൽ ഡെലിവറി കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ തന്നിട്ട് അജേഷ് എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് ആണ് എന്നെ കോൺടാക്ട് ചെയ്തത്. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഡീൽ ചെയ്തു. പിന്നെ കുറെ ആൾക്കാർക്ക് ഈ മാരുതിയുടെ വാഹനത്തോട് ഒരു ഇതുണ്ട്, അത് ഒന്ന് ചെലവ് കുറവ് എന്നുള്ള മെയിൻ്റെനൻസ് കുറവ് എന്നുള്ള ഒരു ധാരണ. അത് പക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആൾട്ടോ ഉപയോഗിച്ച ഇത്രയാണ്. എത്ര വർഷം ഉപയോഗിച്ചു? ഞാനിപ്പോ 6 വർഷമായിട്ട് ഞാൻ ആൾട്ടോ ഉപയോഗിക്കുന്നത്. നിലവിൽ അത് ഉണ്ടല്ലോ ഇപ്പൊ ഞാനത് കൊടുത്തില്ല, ഞാനത് നിലവിൽ അതുണ്ട്. പക്ഷെ മാരുതി സുസുക്കിക്ക് പിന്നെ മെയിൻ്റെനൻസ് കുറവാണ്, അതുപോലെ തന്നെ ഇപ്പൊ ഹുണ്ടായി ആയി വന്നു അല്ല. റീസെയിൽ വാല്യൂ കിട്ടൂല ഹുണ്ടായിക്ക് എന്നുള്ള രീതിയിലാണ് പിന്നെ നമ്മളോട് ആൾക്കാർ പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ വാഹനം പരമാവധി നമ്മൾ ഉപയോഗിച്ചിട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ റീസെയിൽ വാല്യൂന് ഒരു പ്രസക്തി ഇല്ല ശരിക്കും. ഉണ്ടായില്ലേ ഇതേപോലെ ആയിരുന്നു കുറച്ചു വർഷം മുമ്പ് ഹുണ്ടായി ക്രെറ്റ എന്നെല്ലാം പറഞ്ഞുകൊണ്ടുണ്ടായത്. ഹുണ്ടായി ക്രെറ്റ ഇപ്പൊ ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂല് ക്രെറ്റയാണ്. വണ്ടി സുരക്ഷിതത നോക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല പ്രൊട്ടക്റ്റീവ് ആണ് ഈ വണ്ടി. അതെ ഹുണ്ടായിന്റെ സേഫ്റ്റിന്റെ കാര്യത്തിൽ മറ്റ് ഇതുപോലെയുള്ള ടാറ്റാന്റെ വണ്ടിയും ഈ പ്രൊട്ടക്റ്റീവില് കുറച്ച് മേലെ നിൽക്കുന്ന വണ്ടിയാണ്. പിന്നെ അജയേട്ടാ നിങ്ങൾ ഈ ഒരു SS പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് അല്ല എടുത്തത്? ഏത് S പ്ലസ് അല്ല, S പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ്. ഞാൻ ഹുണ്ടായിന്റെ എക്സ്റ്റർ നോക്കുന്ന സമയത്ത് കുറേ വേരിയന്റുകൾ ഉണ്ട്, അതായത് എനിക്കൊന്ന് 10ൽ കൂടുതൽ വേരിയന്റ് ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പൊ ഈ S പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് തന്നെ എത്താൻ വേണ്ടിട്ട് എന്ത് കാരണം? നിങ്ങളിപ്പം അതായത് കൺഫ്യൂഷൻ ആവൂലേ കുറെ? അതെ അതുണ്ട്. പിന്നെ S പ്ലസിലേക്ക് എത്തിയത് പറഞ്ഞാല് ഒന്ന് S പ്ലസിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ മാത്രമാണ് നമ്മൾ ഈ സൺറൂഫ് അത് മെയിൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ S പ്ലസിൽ കുറഞ്ഞു, വില കുറഞ്ഞു, അതുകൊണ്ട് ഞാൻ അത് നോക്കി. അതെന്തായാലും വേണമെന്ന് ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികളെല്ലാം ഒന്ന് ഹാപ്പി ആക്കണം എന്നുള്ള രീതി. പിന്നെ ഇൻഫോർടൈൻമെന്റ് നിങ്ങള് വണ്ടി ഓടിച്ച് എൻജോയ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഫാമിലി ഒന്ന് ഇതായിട്ട് കുട്ടികളെല്ലാം ഇതായിട്ട് അങ്ങനെ ഒരു സേവിങ്സ് ഇല്ല ഒരാളെന്നല്ല നമ്മള്. പക്ഷെ നമ്മള് ജീവിതം കുറച്ചും കൂടെ എൻജോയ് ചെയ്തു പോകണമെന്നില്ല അഭിപ്രായക്കാരനാണ്. അതുകൊണ്ട് പിന്നെ ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, സ്പീക്കർ കമ്പനിന്ന് വരുമ്പോ ഈ S പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റിൽ ഒന്നും നിങ്ങൾ പ്രത്യേകിച്ചിട്ട് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടത്? ഞാൻ ഇതിലൊന്നും അഡീഷണൽ ചെയ്തിട്ടില്ല. അല്ല, എല്ലാം ഇതിലിപ്പം നല്ല മ്യൂസിക് സിസ്റ്റം ഉണ്ട്, പിന്നെ ഡിസ്പ്ലേ ഉണ്ട്, പിന്നെ ഫ്യൂവലുമായി ബന്ധപ്പെട്ട് പറയാതെ നമുക്ക് എല്ലാ തരത്തിലും അതിന്റെ മുന്നറിയിപ്പുകളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. മൈലേജ് 14 AC ഇട്ട് യാത്ര ചെയ്യുന്നുണ്ടോ 14 കിട്ടും. നോൺ AC യാത്രയാണെങ്കിൽ ഒരു 19-20 കിട്ടുന്നുണ്ട്. രണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് 14 ഇപ്പൊ നമ്മളെ ഹിൽ ഏരിയയിലും സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡിലെല്ലാം പോയി കഴിഞ്ഞാൽ ഒരു 14 കിട്ടുന്നുണ്ട്. 14 മൈലേജ് കിട്ടുന്നുണ്ട്. 13 മുതൽ 14 വരെ നമുക്ക് സാധാരണ ഇപ്പം AC ഇട്ട് യാത്ര ചെയ്താലും കിട്ടുന്നുണ്ട്. അതായത് സർവീസ് ഇപ്പൊ എത്രയുണ്ട് കഴിഞ്ഞ്? സർവീസ് പിന്നെ 1500 കഴിഞ്ഞു. ഇനിയിപ്പോ 5000 അവര് 10,000 കിലോമീറ്റർ ആകുമ്പോൾ മതിയാവുന്ന പറഞ്ഞത്. അപ്പം 5000 ചെയ്യുമായിരിക്കും. 3 ഉണ്ട്. 1500 പിന്നെ 5000 പിന്നെ 10,000. സാധാരണ അങ്ങനെയാണ് ഉണ്ടായാല്. ഈ സർവീസ് കഴിയുന്നതിന്റെ കുറച്ചും കൂടെ മൈലേജ് കൂടും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ 10,000 സർവീസ് കഴിയുമ്പോഴാണ് വണ്ടിക്ക് കുറച്ചും കൂടെ മാറ്റങ്ങളും മൈലേജ് കൂടുതൽ. ഏതൊരു ബ്രാൻഡിന്റെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പം കമ്പനി അവകാശപ്പെടുന്ന എത്ര മൈലേജ്? എനിക്ക് കമ്പനി 20 പറയുന്നുണ്ട്. 20 അല്ല 20 കിട്ടുന്നുണ്ട്. 20 ഇപ്പൊ മൈലേജ് പറയുമ്പോ ഈ AC അവര് പിന്നെ നോൺ AC ആണ് ആ മൈലേജ്. പിന്നെ ആ ബ്രോഷറിൽ അവരെ പറയുന്ന ബ്രോഷറിൽ അങ്ങനെയാണ് പറയുന്നത് നോൺ AC ആണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മളെ ഗിയർ ഷിഫ്റ്റ് പിന്നെ റോഡിന്റെ കണ്ടീഷൻ ഇതൊക്കെ ബാധകമാവും മൈലേജ് കിട്ടുന്നതിൽ. നമ്മള് ഒറ്റ ഗിയറിൽ പോകാണ്ട് ആ ഒരു സ്പീഡിനനുസരിച്ചിട്ട് ഗിയർ ഡൗൺ ചെയ്യേണ്ടതും ഇതിനനുസരിച്ചിട്ട് ആ മൈലേജും റോഡിന്റെയും കണ്ടീഷൻ അനുസരിച്ചിട്ട്. ഞാൻ മിക്കവാറും മെക്കാണ്ടാണെങ്കിലെല്ലാം 5ാം ഗിയറിൽ തന്നെ പോകുന്നത്.
5ാം ഗിയറിൽ പോണെങ്കിൽ ഒരു 50ന്റെ മുകളിൽ കാണിക്കും അതില്. പിന്നെ ആവറേജ് 60 കിലോമീറ്ററിൽ പോയാലും മൈലേജ് നമുക്ക് യഥാർത്ഥത്തിൽ മൈലേജ് കിട്ടുള്ളൂ. ആ രീതിയിൽ പോകാൻ വേണ്ടി സമയം നടത്തലുണ്ട്. പിന്നെ ഇതിന് ചെറിയൊരു മൈന്യൂട്ട് ആയാലൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്ന് വെച്ചാല് സെക്കൻഡ് ഗിയറിൽ ഇത് കുറച്ചൊരു വലിയ കുറവുണ്ടാവുന്നില്ല സംശയം. സെക്കൻഡ് ഗിയറിലല്ലേ മറ്റ് അത് പെട്ടെന്ന് ഫസ്റ്റിലേക്ക് ഇടണ്ട വരുന്നായിരിക്കും അല്ലേ? വരുന്നുണ്ട്. അത് 10,000 കിലോമീറ്ററിന്റെ സർവീസ് ചെയ്യുമ്പോൾ ശരിയാവുന്നവർ പറഞ്ഞിട്ടുണ്ട്. 70 നിങ്ങൾ വളവ് വീശുമ്പം വരെ ഒരു അറിയുന്നില്ല. ഞാൻ കർണാടകത്തിൽ ഇപ്പൊ ഞാൻ ഗോവ വരെ ഞാൻ പോയിട്ട് വന്നു. കർണാടക കഴിഞ്ഞിട്ട് ഗോവ വരെ ഞാൻ പോയിട്ട് വന്നു. 120 വരെ പോയാലും ഒരു വിഷയങ്ങളില്ല അതിന്. ഒരു പാളിച്ച ഒന്നുമില്ല. പിന്നെ ബ്രേക്ക് സിസ്റ്റം എല്ലാം വളരെ അലർട്ടാണ്. നല്ല രീതിയിൽ നമുക്ക് ചവിട്ടിയാൽ നിൽക്കും. അങ്ങനെ സംവിധാനം എല്ലാം ഇതിനുണ്ട്. അതൊരു ഗുണമുണ്ട്. 72 പോകുന്നുണ്ട്. 70 ഞാനിപ്പോ ശ്രദ്ധിച്ച കാര്യം നമുക്ക് അതൊരു ഫീൽ ആവുന്നില്ല അത്ര സ്പീഡിൽ പോകുന്നുണ്ട് എന്ന് വേണ്ടി. അതെ അതെ. ആ ഒരു നമ്മളിപ്പം വേറൊരു ബ്രാൻഡ് വണ്ടിയിൽ യാത്ര ചെയ്യുന്നതിനേക്കാളും കംഫർട്ട് ഇപ്പൊ എനിക്ക് സൈഡിൽ ഇരിക്കുന്നതാണെങ്കിലും കാല് നീട്ടി ഇരിക്കാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ട്. ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് പോകുന്ന അതേ ഫീലിംഗ് ആണ് ബാക്കിലും അതേ അനുഭവമാണ്. ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ നല്ല സേഫ്റ്റി കുറച്ച് കൂടുതലുണ്ട്. കുറച്ച് ഉറപ്പ് കൂടിയ വണ്ടിയാണ്. ബോഡി എല്ലാം കുറച്ച്, കാരണം ഹുണ്ടായിന്റെ വണ്ടിക്കെല്ലാം ടാറ്റന്റെ വണ്ടിക്കെല്ലാം അത്യാവശ്യം സേഫ്റ്റി കുറച്ച് കൂടുതലുണ്ട്. ഈ ഒരു 840 നിങ്ങൾ കൊടുക്കുമ്പോൾ ഈ ഒരു വേരിയന്റിൽ തന്നെ എല്ലാ ഫീച്ചേഴ്സും ഒരു ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, സ്പീക്കർ, പിന്നെ റിയർ AC വരെ വരുന്നുണ്ട്. വേറെ AC മാത്രമല്ല, ബാക്ക് ക്യാമറ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ 360 ക്യാമറ വരുന്നുണ്ടാ? ഇല്ലല്ല, 360 അല്ലേ? എല്ലാ സൈഡിലേക്കുള്ളതും ഫ്രണ്ടിലും. ബാക്ക് നമുക്ക് ഇപ്പൊ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബാക്ക് ക്യാമറ നമുക്ക് കണ്ടോണ്ടിരിക്കാം. അത് റിവേഴ്സ് എടുക്കുമ്പോൾ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഓപ്ഷൻ എടുത്തിട്ട് കാണാല്ലേ. അപ്പം ഈ 840 കൊടുക്കുമ്പോ ഒരു നല്ലൊരു വണ്ടി, സേഫ്റ്റി ഉള്ള വണ്ടിയായി, അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയായി, ഡ്രൈവിംഗ് കംഫർട്ട്, യാത്രാ കംഫർട്ട്, അത്യാവശ്യം മൈലേജ് എല്ലാം കൂടി ഉള്ള സൺറൂഫ്. പിന്നെ ഈ ഒരു വിലക്ക് കിട്ടുന്ന വണ്ടി അതേ ഉള്ളൂ. അതെ, അത് പിന്നെ നല്ലൊരു കമ്പനിയുടെ വണ്ടി തന്നെ ആയി ചെയ്തു. ഇതില് കളറ് ഈ മറ്റ് കളറുകളെക്കാളും കളറിന്റെ കാര്യം നമ്മൾ സംസാരിച്ചിട്ടില്ല. കളറ് ബ്ലാക്ക് തന്നെയാണ് ഏറ്റവും ഒരു ലുക്ക് കാണാൻ ലുക്കില്ല. കുറച്ച് ഉയരം കൂടുതലുള്ള വണ്ടിയും ഈ ബ്ലാക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു മറ്റേതിനേക്കാളും. ഈ ഒരു പിന്നെ പച്ച കളർ വണ്ടി ഇതുണ്ട്. ഇതിനൊരു പിന്നെ കുറച്ച് മങ്ങിയ പച്ച ഗ്രീൻ വൈറ്റ് വരുന്നില്ല ഇതില്. എക്സ്റ്ററിൽ വൈറ്റ് ഉണ്ട്. വൈറ്റ് ആരും കാണുന്നില്ല. വൈറ്റ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഗ്രീനും ബ്ലാക്ക് ആണ് കൂടുതൽ കാണുന്നത്. നിങ്ങൾ ഈ ബ്ലാക്ക് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് നല്ലൊരു ലുക്ക് ബ്ലാക്ക് കാണാനും അത് ഞാൻ കണ്ടെടുത്തോളം ബ്ലാക്ക് തന്നെയാണ് കുറച്ച് ലുക്ക് ഉള്ളത്. ഇപ്പൊ എല്ലാരും ബ്ലാക്ക്. പിന്നെ വൈറ്റ് ഉണ്ട്. വൈറ്റ് നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്റെ ആൾട്ടോ വൈറ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വൈറ്റ് വേണ്ട, ബ്ലാക്ക് വേണം. നിരത്തിലേക്കും വൈറ്റ് കാണുന്നില്ല അധികം. ബ്ലാക്കും ഗ്രീനാ നിങ്ങൾ പറഞ്ഞ പോലെ കാണുന്നു. പക്ഷെ ഇതിന് മെയിൻ്റെനൻസ് കൂടുതൽ ഉണ്ടാവില്ലേ അജേട്ടാ? മെയിൻ്റെനൻസ് നിങ്ങൾ പിന്നെ ഇടക്കിടക്ക് കഴുകിക്കൊണ്ടിരിക്കും. കഴുകേണ്ടത് വലിയ ഒരു ഘടകമാണ്. ഈ ബ്ലാക്ക് വണ്ടി ചെറിയ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യം, എന്തെങ്കിലും ഒരു പൊടിയോ പിടിച്ചാൽ തന്നെ വളരെ വൃത്തികേടായി തോന്നും. അന്നേരം ഇത് കഴുകിക്കൊണ്ടേ ഇരിക്കണം, എല്ലാ ദിവസവും കഴുകണം. അല്ലെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫൈഡ് ഉണ്ടാവില്ല. അപ്പോ എല്ലാ ദിവസവും നമുക്ക് അങ്ങനെ ഈ കിണർ വെള്ളം കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ കഴുകാൻ, അല്ലെങ്കിൽ നമ്മൾ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കഴുകിക്കേണ്ടി വരും. പിന്നെ സെറാമിക് അങ്ങനെ എന്തെങ്കിലും ബോഡി പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്? സെറാമിക് ചെയ്തില്ല. മറ്റ് പിന്നെ കമ്പനി തന്നെ ഒരു ഷെയ്ഡിംഗ് എല്ലാം ആക്കി തരാന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെറാമിക് ഒരു വർഷം കഴിഞ്ഞിട്ട് ചെയ്യാന്ന് അവർ പറഞ്ഞു. അതന്നെയാണ് നല്ലത്. കാരണം നമ്മൾ പുതിയ എടുക്കുമ്പോ അതിന്റെ ആ ഒരു പെർഫെക്റ്റ് ഉണ്ടാവും. പിന്നെ കുറച്ച് ഓടി കഴിയുമ്പോ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അതിന് അണ്ടർ കോട്ടിംഗ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇനി എക്സ്ട്രാ ചാർജ് കൊടുത്തു കേട്ടോ. ഞാൻ എക്സ്ട്രാ ചാർജ് കൊടുത്ത് ചെയ്യിച്ചാ. പിന്നെ മാറ്റ്, പിന്നെ അണ്ടർ മാറ്റ് എല്ലാം അവർ തന്നിട്ടുണ്ടായിരുന്നു. തന്നിനല്ലേ? ഫ്രീ ആയിട്ട് തന്നു.
അപ്പം 4-5 മാസമായിട്ട് ഈ അജയേട്ടൻ ഈ ഒരു എക്സ്റ്റർ ഉപയോഗിക്കുന്നതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്? നിങ്ങളിപ്പം ഒരു ഫ്രണ്ടിന് വേണമെങ്കിൽ ഈ ഒരു വണ്ടി റെക്കമെൻഡ് ചെയ്യും? ഞാൻ റെക്കമെൻഡ് ചെയ്ത് കൊടുത്തല്ല, എടുത്തതിന് ശേഷം വേറെ ആർക്കും റെക്കമെൻഡ് ചെയ്ത് കൊടുത്ത്. അപ്പൊ അവരിപ്പോ വണ്ടി എടുക്കാൻ അവര് ആയിട്ടില്ല, എടുക്കണത്രേ, അവര് പറഞ്ഞ് റെഡിയാക്കി വെച്ചല്ല. അപ്പൊ ഗൈസ് ഇത്രയും കാര്യങ്ങളാണ് പറയല്ല ഒരു എക്സ്റ്റർ ഉപയോഗിക്കുന്ന ഒരു യൂസർക്ക്. 100% സാറ്റിസ്ഫൈഡ് ആണ്. 100% സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് വേറെ ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്തു ഓൾറെഡി. അപ്പൊ നിങ്ങളെ വിലയേറെ കമന്റുകൾ രേഖപ്പെടുത്താൻ. ഒരു ചെറിയൊരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരു എൻട്രി ലെവലിൽ ഒരു നല്ലൊരു വാഹനം വേണം, ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്ന ഒരു വാഹനം വേണം എന്ന് എല്ലാവർക്കും തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും അത് നല്ല വാഹനമാണ്, ഒരു സംശയം വേണ്ട. അപ്പൊ നിങ്ങളെ വിലയേറെ കമന്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്താം. ഇതുപോലുള്ള ഒരുപാട് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, യൂസർ റിവ്യൂയും പുതിയ വാഹനങ്ങളുടെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതാണ്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.